My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 124ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ ബ്രയോണിയ എന്ന അധ്യായത്തിൻ്റെ 10ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇതിൽ ചില പ്രധാനപ്പെട്ട പർട്ടിക്കുലേഴ്സും ചില ഔഷധങ്ങളുമായിട്ട് ബ്രയോണിയുടെ കമ്പാരിസണും ഇതിൽ വരുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ബ്രയോണിയ ഫോർണിഷസ് മെനി സിംറ്റംസ് ഇൻ കണക്ഷൻ വിത്ത് ദ സ്റ്റൂൾ ആൻഡ് റെക്ടം. ഇറ്റ് ഹാസ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇറ്റ് ഹാസ് ഡിസെൻട്രി. ഒരേ സമയം മലബന്ധവും വയറിളക്കവും രണ്ടും ഒരേപോലെ കാണിക്കുന്നൊരു ഔഷധമാണ് ബ്രയോണിയ. ഇത് ജ്വരപ്പനി അല്ലെങ്കിൽ ടൈഫോയിഡുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകളിൽ ഇത്തരം അവസ്ഥകൾ വരാറുണ്ട്. ചിലർക്ക് വല്ലാതെ വയറിളക്കം, ചിലർക്ക് കടുത്ത മലബന്ധം. ഈ രണ്ട് സാഹചര്യങ്ങളിലും ബ്രയോണിയ ഒരേപോലെ ഉപകരിക്കും. The pathogenesis is full of these conditions as well as many symptoms relating to the parts themselves. In the constipation of the stool is dry and hard as if burnt. കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യത്തിൽ ഉണങ്ങി വരണ്ട് കത്തിക്കരിഞ്ഞ കരിക്കട്ട പോലത്തെ മലം. No desire for stool, but after going many days there are passages of little hard pieces as if they had been burned. വൈദ്യുതി പോകണമെന്ന് തോന്നുന്നില്ല, പക്ഷെ പല ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ചെറിയ കട്ട പോലെ കരിക്കട്ട പോലെ പോകും. No moisture about the parts, no mucus to soften the hard stools. അപ്പോൾ ഇത് എക്സ്ക്രീഷൻ നടക്കുന്ന ഭാഗത്ത് മോയ്സ്ചറില്ല, കട്ടിയുള്ള സ്റ്റൂൾസിനെ മൃദുവാക്കാൻ തക്ക മ്യൂക്കസും ഇല്ല. ഇനി മ്യൂക്കസ് ദാറ്റ് മേ ബി പ്രസൻറ്റ് വിൽ ബി ഡിസ്ചാർജ് സെപ്പറേറ്റ്ലി. അപ്പോൾ എന്തെങ്കിലും മ്യൂക്കസ് ഉണ്ടെങ്കിൽ അത് വേറെ ഡിസ്ചാർജ് ചെയ്യുന്നത്, വെറുതെ മ്യൂക്കസ് മാത്രമായിട്ട് പത പോലെ പോകുന്നു. പിന്നീട് ഈ ഹാർഡ് സ്റ്റൂൾസിൻ്റെ പ്രശ്നം, അപ്പോൾ അത് വേണ്ട രീതിയിൽ യോജിച്ച് വരാത്തതിൻ്റെ പ്രശ്നം ബ്രയോണിയിലുണ്ട്. ഇത് ടൈഫോയിഡ് ബാധിച്ചവരെ വല്ലാതെ അലട്ടുന്ന ചില പ്രശ്നങ്ങളാണ് കെൻ്റ് പറയുന്നത്. സംടൈംസ് ദ സ്റ്റൂൾ ഈസ് കമ്പോസ്ഡ് ഓഫ് ലിറ്റിൽ ഹാർഡ് പാർട്ടിക്കിൾസ് ലുക്കിംഗ് ആസ് എ ബേൺഡ്, അറ്റ് ടൈംസ് കാൻഡി, അഗെയിൻ ക്വൈറ്റ് എ ലോട്ട് ആൻഡ് ദെൻ വിൽ ഫോളോ ദ പാസേജ് ഓഫ് മ്യൂക്കസ്. അപ്പോൾ ചിലപ്പോൾ വളരെ കുറച്ച്, ചിലപ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെറുതെ മ്യൂക്കസ്. അപ്പം അങ്ങനെ ഒരുമിച്ച് ഒരു കമ്പോസ്റ്റ് കണ്ടീഷനിൽ പോകേണ്ടതിന് പകരം പല ഘട്ടങ്ങളായിട്ട് പോകുന്നു. രോഗിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. As if lying about the mass of fetus was quite a lot of mucus. In most invertebrate constipations, Bryonia is sometimes suitable. ഏറ്റവും കഠിനമായ മലബന്ധത്തിൻ്റെ അവസ്ഥകളിൽ ചിലപ്പോഴൊക്കെ ബ്രയോണിയ ഉപകരിക്കും. ഒരുപാട് ഔഷധങ്ങളുടെ ലക്ഷണമുണ്ട്, പക്ഷെ ബ്രയോണിയയുടെ കണ്ടീഷന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ, ജനറാലിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രയോണിയ അത്തരം കടുത്ത മലബന്ധങ്ങളെയും സുഖപ്പെടുത്തും. It is also diarrhea that drives the patient out of bed in the morning. ഇനി നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കണ്ടീഷനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആളെ കിടക്കയിൽ നിന്നിട്ട് ഓടിക്കുന്ന തരത്തിലുള്ള വയറിളക്കം. ദാറ്റ് ഈസ് ഓൺ ഫസ്റ്റ് ബിഗിനിങ് ടു മൂവ് ഇൻ ബെഡ് ഹി ബിഗിൻസ് ടു ഫീൽ നോസിയേറ്റഡ്. അതായത് എഴുന്നേറ്റ് ഉണർന്ന് കിടക്കയിൽ ആദ്യത്തെ ചലനത്തിൽ തന്നെ ആൾക്ക് ഓക്കാനം വരുന്നുണ്ട്. ഈസ് ബ്ലോട്ടഡ് ആൻഡ് ഡിസ്റ്റൻഡ് വിത്ത് കോളിക്. വയറാകെ വീർത്ത് കെട്ടി വല്ലാത്ത വേദന. ആൻഡ് ഹി വാസ് അർജിങ് ടു ഗോസ് ടു സ്റ്റൂൾ. വയറ്റിൽ നിന്ന് പോകാനുള്ള തോന്നലും. ഓർ എ ലിറ്റിൽ വൈൽ ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ് ആൻഡ് മൂവിങ് അബൌട്ട് ദ ബവൽ ഈസ് ഡിസ്റ്റൻഡ് കോസിങ് കോളിക്. എന്നാലും വേറെ തരത്തിൽ ചെറിയ വ്യത്യാസം കൂടി, എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് ആണെങ്കിലും പതുക്കെ അനങ്ങി തുടങ്ങിയ ശേഷവും വയറ് വീർത്ത് കെട്ടി വേദന വരാം. ആൻഡ് ഹി മസ്റ്റ് ഹറി ടു സ്റ്റൂൾ. ആ കണ്ടീഷനിൽ ഈ വയറ് വീർത്ത് കെട്ടി വേദന എന്ന് പറഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ആൾ ഓടണം. സ്ത്രീകളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, മെൻസ്ട്രൽ പ്രശ്നങ്ങൾ, ഗർഭകാലത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രസവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. കുറേ പർട്ടിക്കുലേഴ്സ് ഞാൻ ഉപേക്ഷിക്കുകയാണ്, കാരണം അതെല്ലാ ഔഷധങ്ങളിലും ഇറങ്ങി കുറഞ്ഞൊക്കെ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളാണ്. ബ്രയോണിയുടെ ജനറൽ കണ്ടീഷൻസ് വരികയാണെങ്കിൽ ഇത് ഹീൽ ചെയ്യും. എങ്കിലും എടുത്തു പറയത്തക്ക ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. From overexertion and becoming overheated, threatened abortion. വല്ലാതെ ചൂടാവുന്നതുകൊണ്ട്,
കൂടുതൽ അധ്വാനിക്കുന്നതുകൊണ്ട്, എക്സോഷൻ വരുന്നതുകൊണ്ട് ഗർഭം അലസിപ്പോകാം. ഇൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രസ്റ്റ് ആൻഡ് സ്റ്റോപ്പിംഗ് ഓഫ് ദ മിൽക്ക് ഫ്ലോ ഇൻ ലൈങ് ഇൻ പീരീഡ്സ് മറിയോണിയ മസ്റ്റ് ബി കൺസൾട്ടഡ്. പ്രസവിച്ച് കിടക്കുന്ന അവസരങ്ങളിൽ ബ്രസ്റ്റിൽ ഇൻഫ്ലമേഷൻ വരുന്നു, കുട്ടിക്ക് പാല് കിട്ടാത്ത അവസരം വരുന്നു. ഇൻ മിൽക്ക് ഫീവർ ആൻഡ് പെയിൻസ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ബ്രസ്റ്റ് മറിയോണിയ മസ്റ്റ് ബി സ്റ്റഡീഡ്. മിൽക്ക് ഫീവറിൻ്റെ കാര്യത്തിലും ബ്രസ്റ്റിൻ്റെ സ്വെല്ലിങ്ങിനും വേദനയിലും ഒക്കെ ബ്രയോണിയെ പഠിക്കേണ്ട കേസാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ MSc പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ ചേച്ചി അയാൾക്ക് പ്രസവിച്ചായിരുന്നു. ഞങ്ങളൊക്കെ എറണാകുളം ടൗണിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ കാണാൻ പോയപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പാല് കിട്ടുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷെ ഞാൻ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഈ കൂട്ടുകാരുടെ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു, ചേച്ചിക്ക് എങ്ങനെയുണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴും വലിയ പ്രയാസമാണ്, കുട്ടിക്ക് പാല് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. ഈ ബ്രസ്റ്റ് വീർത്ത് കെട്ടിയിരിക്കുന്നു, വല്ലാത്ത വേദന, പനി വരുന്നു. ആ ഒരു കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു അത് ഹോമിയോപ്പതി ചികിത്സയിലൂടെ മാറും. അപ്പോൾ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ ഈ എലിപ്പനി എന്നറിയപ്പെടുന്നൊരു കേസിൽ ഞാൻ ഇടപെട്ട് നല്ല ഫലം കണ്ടിട്ടുള്ളതുകൊണ്ട് ആരോഗ്യകരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അവരത് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ബാബുചേട്ടനെ കൊണ്ടുവന്നു. ബാബുചേട്ടൻ ഒന്ന് പഠിക്കുന്ന കാലമാണ്, DHMS പഠിക്കുകയാണ്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കൊണ്ടുവന്നു. ബാബുചേട്ടൻ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ബ്രയോണിയ കേസായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ബ്രയോണിയ ഞങ്ങൾ പോയിട്ട് വാങ്ങി കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പനി മാറി, ബ്രസ്റ്റിൻ്റെ വേദന മാറി, കുട്ടിക്ക് പാല് കിട്ടാൻ തുടങ്ങി. പിന്നീട് ആ പ്രശ്നമൊന്നും വന്നില്ല. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡോസ് കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു, ചെറിയ പ്രശ്നം വന്നപ്പോൾ. 3rd ഡോസിലേക്ക് പോകേണ്ടി വന്നില്ല. ഡ്യൂറിങ് കൺഫൈൻമെൻറ്റ് എ വുമൺ ബിക്കംസ് ഓവർ ഹീറ്റഡ് ആൻഡ് നാച്ചുറലി പെർസ്പയേഴ്സ്. അപ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത് ആ പ്രസവ ക്ലേശങ്ങൾ, അതിൻ്റെ ആ ഒരു പ്രസവ വേദനയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ ആ സ്ത്രീക്ക് വിയർപ്പുണ്ടാകും. ജസ്റ്റ് അറ്റ് ദ ക്ലോസ് ഓഫ് വിച്ച് ആസ് ദ ഡെലിവറി ടേക്സ് പ്ലേസ്, ഇഫ് ദ നഴ്സ് ആൻഡ് ദ ഡോക്ടർ ഡു നോട്ട് ഒബ്സർവ് ആൻഡ് ത്രോ മോർ ക്ലോത്തിങ് അറ്റ് ഓവർ ഹെയർ or at least keep the room warm enough, there will be a sudden suppression of the sweat, and this will bring on milk fever and other febrile symptoms which will need bryonia. അപ്പോൾ പ്രസവേദനയുടെ അവസാനം പ്രസവം നടക്കുമ്പോഴേക്കും അമ്മയാകെ വിയർത്ത് കുളിക്കും. ആ ഒരു സമയത്ത് മുറി വല്ലാതെ തണുത്തിരിക്കുകയാണെങ്കിൽ ഈ സ്വെറ്റിൻ്റെ സപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് അതിൻ്റെ ഒരു പ്രശ്നം കൂടുതലും വരുന്നത്, വല്ലാത്ത തണുപ്പ് സമയത്ത്. അപ്പോൾ അവർ പരിഹരിക്കുന്ന ഡോക്ടറോ നേഴ്സോ പുതപ്പിച്ച് വാമായിട്ട് സൂക്ഷിക്കണം, ശരീരത്തിൻ്റെ ചൂട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ സപ്രഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അപ്പം നമ്മുടെ നാട്ടിൽ അത്തരം സാഹചര്യങ്ങൾ കുറവായിരിക്കും. എങ്കിൽ പോലും സപ്രഷൻ ഓഫ് സ്വെറ്റ്, കൺഫൈൻമെൻറ്റ് സമയത്ത് സപ്രഷൻ ഓഫ് സ്വെറ്റിൽ നിന്ന് ഈ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനെ പരിഹരിക്കാൻ ബ്രയോണിയ ഉപകരിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ത്രട്ടൻഡ് പെരിറ്റോണൈറ്റിസ് ഫ്രം സച്ച് കോസസ് ഗോണറിയൽ ട്രബിൾസ് ഓർ റൊമാറ്റിക് ട്രബിൾസ്, പെയിൻസ് ഓർ ഏക്സ് ഇഫ് മെയ്ഡ് വേഴ്സ് ഫ്രം ദ സ്ലൈറ്റസ്റ്റ് മോഷൻ. ബ്രയോണി ജനറൽ കണ്ടീഷനാണ്. പെരിറ്റോണൈറ്റിസ്, ഉദരത്തിലെ ആന്തരാവയവങ്ങളുടെ ആവരണത്തിലുണ്ടാകുന്ന വീക്കം, ഗോണറിയൽ ട്രബിൾസ്, പഴകിയ റൊമാറ്റിക് ട്രബിൾസ്, വേദനകൾ, ഇതൊക്കെ വളരെ ചെറിയ അനക്കം കണ്ടുപോലും മോശമാകുകയാണെങ്കിൽ ബ്രയോണിയ വരും. ഇഫ് ഡ്യൂ ടു സെപ്റ്റിസീമിയ റാദർ ദാൻ ടു സപ്രഷൻ ഓഫ് ദ സ്വെറ്റ്, വെരി കോമൺലി എ ഡീപ്പർ ആക്ടിങ് റെമഡി ഈസ് റിക്വയർഡ്. ഇത് വിയർപ്പിൻ്റെ സപ്രഷൻ അല്ല, അണുബാധയാണ്, സെപ്റ്റിസീമിയാണ് വരുന്നതെങ്കിൽ ബ്രയോണിയ അവിടെ വരില്ല. കുറേ കൂടി ഡീപ്പറായിട്ടുള്ള ഔഷധത്തെക്കുറിച്ച് അവിടെ ചിന്തിക്കേണ്ടി വരും. ഇൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഓഫ് ദ ബ്രസ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് തിങ് ഈസ് ദ സ്റ്റോണി ഹാർഡ്നെസ് ഓഫ് ദ ബ്രസ്റ്റ്, ഹാർഡ്നെസ് ആൻഡ് ഹെവിനെസ്. ബ്രസ്റ്റിൻ്റെ ഇൻഫ്ലമേഷൻ്റെ കാര്യത്തിൽ ബ്രസ്റ്റ് കല്ല് പോലെ ഇരിക്കുന്നൊരവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചിക്കും ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, കല്ലിച്ച് വേദനിക്കുന്നൊരവസ്ഥ, ഹെവിനെസ്. ബ്രയോണി ഈസ് ഓഫൻ സ്യൂട്ടബിൾ ഫോർ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രസ്റ്റ് അറ്റ് അതർ ടൈംസ്.
heaviness and hardness of the breast prior to menstruation. ഈ പ്രസവ സമയത്തെന്നല്ല, മെൻസ്ട്രുവേഷന് മുൻപുള്ള സമയത്തും ഈ ഒരു അവസ്ഥ ഉണ്ടാകാം. ഗർഭിണികളില്ലാത്തവർക്കും ഉണ്ടാകാം, ബ്രസ്റ്റിൻ്റെ കല്ലിപ്പും ഹെവിനെസ്സും വേദനയൊക്കെ. ഇനി അക്കോണൈറ്റുമായിട്ട് ഒരു കമ്പാരിസൺ വരുന്നുണ്ട്, അക്കോണൈറ്റുമായിട്ടും ചെൽഡോണിയുമായിട്ടും. നമുക്കത് നോക്കാം. There are a few medicines that look somewhat like bryonia. Take for instance a case with high fever, intense heat, great excitement, and consider the rapidity with which the trouble has come on. Involving the left side, and in the pan you see the sputum consists of bright red blood. Aconite will be the remedy. ബ്രയോണിയെ പോലുള്ള ചില ഔഷധങ്ങൾ, ചുരുക്കം ചില ഔഷധങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഔഷധങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വരുന്ന അല്പം വ്യത്യാസമുള്ള സാഹചര്യങ്ങൾ പറയാൻ. ഉദാഹരണത്തിന് കടുത്ത പനി, വല്ലാത്ത ചൂട്, വല്ലാത്ത ഉത്തേജിതമായ അവസ്ഥ, ആ പനി പ്രശ്നങ്ങളൊക്കെ വരുന്നതിൻ്റെ ആ ഒരു റാപ്പിഡിറ്റി, ലെഫ്റ്റ് സൈഡ് ഇൻവോൾവ് ആവുന്ന ഒരവസ്ഥ, ചുമച്ചു തുപ്പുന്ന സ്പ്യൂട്ടത്തിൽ ബ്രൈറ്റ് റെഡ് ബ്ലഡ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരും അക്കോണൈറ്റം ആകാം. ദ ലിവർ ഈസ് ഇൻവോൾവ്, ദർ ഇസ് ഫുൾനെസ് ഓഫ് ദ സൈഡ്, സ്റ്റിച്ചിങ് പെയിൻ ഓൾ ഓവർ ദ ലിവർ, and the face is yellow, it is not impossible for bryonia to be indicated. അപ്പോൾ ലിവറിലാണ് ഇൻഫ്ലമേഷനൊക്കെ വരുന്നതെങ്കിൽ ആ ലിവറിൻ്റെ വശത്ത് വല്ലാതെ നിറഞ്ഞിരിക്കുന്ന പോലെ ഫീലിങ്, കുത്തുന്ന പോലത്തെ വേദന ലിവറിൻ്റെ ഭാഗത്ത്, രോഗിയുടെ മുഖം മഞ്ഞച്ചിരിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ബ്രയോണിയ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത് അസാധ്യമല്ല. എന്ന് വെച്ചാൽ ബ്രയോണിയ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടാം. ഫോർ ഇറ്റ് ഹാസ് സച്ച് തിങ്സ്, എന്നാൽ ബ്രയോണിയ അത്തരം കാര്യങ്ങളുണ്ട്. ഇനി ഒരു എക്സെപ്ഷൻ പറയാണ്, ബട്ട് വിത്ത് പെയിൻ വെരി സിവിയർ, കണ്ടിന്യൂലി ഗോയിങ് ഫ്രം ദ ഫ്രണ്ട് ടു ദ ബാക്ക് ത്രൂ ദ റൈറ്റ് ഷോൾഡർ ബ്ലേഡ്. ഈ വേദന മുൻവശത്ത് നിന്നും ലിവറിൻ്റെ ഭാഗത്തു നിന്നും പിന്നിലേക്ക്, എങ്ങനെയാ, വലത് ഷോൾഡർ ബ്ലേഡിൻ്റെ മേലിലൂടെ പിന്നിലേക്ക്, ലിവറിൻ്റെ ഭാഗത്ത് തുടങ്ങി ഷോൾഡർ ബ്ലേഡിൻ്റെ കൂടെ പിന്നിലേക്ക് പോകുന്നൊരവസ്ഥ, വല്ലാത്ത കടുത്ത വേദനയാണെങ്കിൽ ചെൽഡോണിയം ഈസ് മോർ ലൈക്ലി ടു ക്യൂർ ദാൻ ബ്രയോണിയ. ആ ഒരു അവസ്ഥയിൽ ബ്രയോണിയൊക്കെ കൂടുതൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെൽഡോണിയം ആയിരിക്കും. നിങ്ങൾക്കറിയാം, മഞ്ഞപ്പിത്തം പോലുള്ള അവസ്ഥകളിൽ ചെൽഡോണിയമാണ് പലപ്പോഴും വരുന്നത്. വളരെയധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ്. ദീസ് കമ്പാരിസൺസ് മേ ബി ക്യാരിഡ് ഔട്ട് ഇൻഡെഫിനിറ്റ്ലി. ഇത്തരം കമ്പാരിസൺ അന്തമില്ലാതെ നീണ്ടുപോകും, ഒത്തിരി കമ്പാരിസൺ വരും. പക്ഷെ അങ്ങനെ അതായത് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് മെറ്റീരിയ മെഡിക്ക ശരിക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ നല്ലത്. അതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാകാൻ നല്ലത് എപ്പോഴും കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ബ്രയോണിയുടെ ധാരാളം ഒറിജിനൽ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലേഴ്സ് ധാരാളമുണ്ട്, നിരവധി പേജുകളോളം പർട്ടിക്കുലേഴ്സ് ഉണ്ട്. പക്ഷേ ബ്രയോണിയുടെ ജനറൽസിനെ കുറിച്ച്, അതിൻ്റെ പൊതുവായ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ബ്രയോണിയെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ 10 ഭാഗങ്ങൾ കൊണ്ട് ബ്രയോണിയെക്കുറിച്ച് നല്ലൊരു ചിത്രം കിട്ടിക്കാണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ പ്രാക്ടീസിൽ അവ വളരെയധികം ഉപകരിക്കട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പൾസാറ്റില എന്ന ഔഷധത്തെക്കുറിച്ച് പഠിക്കാം. നമ്മൾ നേരത്തെ പൾസാറ്റിലൂടെ കമ്പാരിസൺ നമ്മൾ കണ്ടതാണ്. വളരെയധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് പൾസാറ്റില. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിനകം അതൊക്കെ ഉപയോഗിച്ച് കാണും. പൾസാറ്റിലെ കുറിച്ചുള്ള വളരെ ശ്രദ്ധേയമായ ഒരുപാട് വിവരങ്ങൾ കെൻറ്റിൻ്റെ ലെക്ചേഴ്സിലുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പൾസാറ്റിൽ എന്ന അധ്യായം ആരംഭിക്കാം. ഇതുവരെ ഈ പ്രോഗ്രാം പിന്തുടരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത് പരിചയപ്പെടാത്തവരെ പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.